ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ഫുഡ് ബ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുന്നത് സ്വർഗം റെസ്റ്റോറൻറ്റിലാണ്. ഇതൊരു സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഞങ്ങൾ വന്ന് ലാൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്വർഗം സീ ഫുഡ് അവിടെ ബാക്ക് വാട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് ഞങ്ങൾ കുറച്ച് പേര് വന്നു. ഇനി കുറച്ച് പേര് കൂടി വരാനായിട്ടുണ്ട്. അവർ ഓൺ ദ വേ ആണ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഞങ്ങൾ ലൊക്കേഷനൊക്കെ കണ്ടു. നല്ലൊരു അടിപൊളി വൈബായിരുന്നു. ഞങ്ങളവിടെ കയറി ഞങ്ങൾ ലൊക്കേഷനൊക്കെ നോക്കി. അപ്പം നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ്. ആദ്യം കണ്ടപ്പം അത്രയും ലുക്ക് തോന്നിയില്ല, പക്ഷെ അകത്തേക്ക് നല്ല അടിപൊളി സെറ്റപ്പൊക്കെ ആയിരുന്നു. നല്ല അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ സീറ്റ് പോയി ബുക്ക് ചെയ്തു. ഞങ്ങൾ ഓൾറെഡി റിസർവ് ചെയ്തതായിരുന്നു. ഞങ്ങൾക്കവിടെ റിസർവേഷൻ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കയറി ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇതാണ് അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. നല്ല രസമുള്ളൊരു വ്യൂ ആയിരുന്നു. നല്ല തണുത്ത കാറ്റും നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു. നല്ല പൊളി വൈബായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ നെക്സ്റ്റ് ടീമിൻ്റെ എൻട്രി. വേറെ ആരുമല്ല, മമ്മിയുടെ അനിയത്തിയും മോളും ഞങ്ങളുടെ ഗ്രാൻഡ് മദറുമാണ്. അപ്പം മമ്മിക്ക് ഗ്രാൻഡ് മദറും അല്ലെങ്കിൽ മമ്മിയുടെ അനിയത്തിയും തമ്മിൽ ഭയങ്കര ചങ്സാണ് അവർ. അപ്പം എന്ത് ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുകയും അവരിങ്ങോട്ട് വരികയും എല്ലാം. അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ചൊക്കെയാണ് ചെയ്യാറ്. അപ്പം അങ്ങനെ അവരുടെ എൻട്രി, ഞങ്ങൾ ഗ്രാൻഡ് മദർ വന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് സെറ്റിലായി. അതിനുശേഷം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു. അപ്പോൾ ഇവിടെ അധികം ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയുന്ന ആ ഒരു ടൈമിങ്ങിലൊക്കെ തന്നെ ഫുഡ് അവർ വന്ന് എടുത്തു. ഞങ്ങൾ ആവശ്യമുള്ള ഫുഡൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നല്ല അവിടുത്തെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കാരണം സാധാരണ നമ്മൾ പോകുമ്പോഴൊക്കെ കുറച്ച് ഡിലേ വരാറുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഒരു ടൈമിങ്ങിലൊക്കെ തന്നെ അവർ ലൈവായിട്ട് അവിടെ ഫുഡ് കുക്ക് ചെയ്ത് നമുക്ക് കൊണ്ടു തരുവാണ് ചെയ്തിരുന്നത്. നമ്മൾ അവിടെയുള്ള ആംബിയൻസൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ ചുറ്റുമൊക്കെ ഒന്ന് നടന്നു. അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ആടി. അങ്ങനെ ആ ഒരു ടൈമിങ്ങിൽ അവിടെ ഫുഡൊക്കെ അറേഞ്ച്ഡ് ആയി. കുഞ്ഞാൻ്റിയും വൈശുവും പിന്നെ കിങ്ങും അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. അപ്പം നല്ല കോമ്പറ്റീഷൻ ഫുഡ്സൊക്കെ ആയിരുന്നു. അതായത് നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പം മീൽസിൽ അതിന് പറ്റിയ കറികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ എക്സ്ട്രാ സീ ഫുഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മൾ റോസ്റ്റുകളൊക്കെയാണ് പറഞ്ഞത്. പ്രോൺസ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പ്രോൺസ് പെരട്ട് ഉണ്ടായിരുന്നു, അതുപോലെ കരിമീൻ പൊള്ളിച്ചത്, പിന്നെ അതുപോലെ കാളാഞ്ചി, അങ്ങനെ പല ഫിഷും വലിയൊരു കാളാഞ്ചി കൊണ്ടുവന്നു. അപ്പോൾ അതും അതിൻ്റെ മസാലയൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഞണ്ടിൻ്റെ റോസ്റ്റ്, അതിൻ്റെ മസാല ഭയങ്കര പൊളി ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് കൊഞ്ച് റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂന്തലുണ്ടായിരുന്നു, കക്കറച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തു. അതിൽ ഏറ്റവും പൊളി ടേസ്റ്റായിട്ട് തോന്നിയത് ഈ കാളാഞ്ചി ഫ്രൈ തന്നെയാണ്. അപ്പം നമ്മളെല്ലാവരും ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചു. നമ്മളെല്ലാവരും അത്യാവശ്യം ഹാപ്പിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഫ്രഷ് മിൻറ്റൊക്കെ കഴിച്ചു. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ നമ്മുടെ സെല്ലിയമ്മച്ചി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേറെ നല്ല ഇത് നമ്മുടെ കുൽഫിയാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചു. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കുൽഫിയൊക്കെ കഴിച്ചു. എല്ലാവരും വളരെ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് പോന്നു ഗൈസ്. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ എറണാകുളം കൊണ്ടന്നൂർ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള കുമ്പളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ. നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും വരാൻ പറ്റുന്ന, എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലം തന്നെയാണ്.